തീർന്നു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം 12ാമത്തെ വായിച്ച വേദമാണ് എല്ലാവർക്കും സുപരിതമായ വേദഭാഗമാണ്. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ അവൻ്റെ ചെവി അവിടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ ദുഷ്പ്രവൃത്തിക്കാർക്ക് അവൻ പ്രതികൂലമായി. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് കണ്ണുകളിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Glory to Jesus. Chudabara hatuni bababara gadagadagas. Adhuranaganidanadigam pramanidanadigam pramanidanagas shanagadanagas. Viva pramanamautamanadigam shanthayanagadanagadanagas. Yeshuvina naamathil എപ്പിടിമാ ജീവിക്ക വീണ്ടും എതുക്കാതെ ജീവിക്ക വീണ്ടും കറ്റുത്താരും ആവിയാനവരേ. എപ്പിടിമാ ജീവിക്ക വീണ്ടും എതുക്കാതെ ജീവിക്ക വീണ്ടും കറ്റുത്താരും ആവിയാനവരേ. വേദവസനം പുരിതുകൊണ്ട് വിളക്കങ്ങളെ അറിഞ്ഞിട വെളിച്ചത്താരും ആവിയാനവരേ. വേദവസനം പുരിതുകൊണ്ട് വിളക്കങ്ങളെ അറിഞ്ഞിട വെളിച്ചത്താരും ആവിയാനവരേ. ആവിയാനവരേ ആവിയാനവരേ പരിശുദ്ധ ആവിയാനവരേ. ആവിയാനവരേ ആവിയാനവരേ പരിശുദ്ധ ആവിയാനവരേ.
കരങ്ങളിൽ തട്ടി ദൈവത്തെ ആരാധിച്ചുള്ള ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്നതിന് വീരവരക്ഷം ദൂരവരാദിക വീരവര ഓരോ വ്യക്തിയുടെ മേല് ദൈവശക്തി വ്യാപരികളുടെ ആത്മാവിന്റെ മേല് ദിനത്തിൽ വെളിപ്പെടുന്ന വിശ്വസിക്കുന്നതിനുള്ളിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവനപ്രകാരം ആത്മാവിൽ തന്നെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിയത് ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഉടലിലും ദൈവശക്തി വ്യാപരികളുടെ ഭാര്യകൾ മാറട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയതയിലെ പിതാവേ, സഭയായി പ്രാർത്ഥിച്ചു ഗ്രഹിക്കപ്പെട്ടതായ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകൽക്കാലം തിരുമുമ്പിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ കൃപ അവിടുത്തെ പകരണമേ. ദൈവാത്മാവിന്റെ ജനത്തെ നയിക്കണം, പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ബലം കൊടുത്ത അങ്ങയുടെ സന്നിധിയിൽ വിശ്രമിക്കുന്ന അങ്ങയുടെ ദാസൻ ബെനഡിക്ട് മാസ് ആരംഭിച്ചതായ ദൈവത്തിൻ്റെ വേല ഇന്നയോളം നടത്തി. ആമേ, ഹല്ലേലൂയ. ഒത്തിരി പോരാട്ടങ്ങൾ ഈ സ്ഥലത്ത് അനുഭവിച്ച സ്ഥാനങ്ങൾ ദൈവമേ അത്ഭുതകരമായി അതിശയകരമായി ദൈവസഭയെ നയിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ കർത്താവേ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്താവദാസൻ ഡേവിഡിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാസന്റെ മേൽ വിശേഷമായ ദൈവകൃപയും ദൈവശക്തിയും അവിടുന്ന് പകരണമേ. ശാരീരികമായി ബലപ്പെടുത്തണമേ, കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. അനേകരെ ക്രിസ്തുവിനായി ആദയപ്പെടുത്തുവാൻ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ദൈവം ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉളിയ കാര്യങ്ങളായിരിക്കുന്ന ആമേ വസന്തയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദാസി ശക്തീകരിക്കും, ബലപ്പെടുത്തും. കർത്താവിന്റെ കൃപയിൽ നിർത്തണമേ. ആമേ, കടന്നു വഹിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് നയിക്കുക, തിരുനാമത്തെ മുഖത്തപ്പെടുത്തും. വായിച്ചെടുക്കുന്ന ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഇടപെടണം, ആത്മാവ് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണം. സത്യത്തിന്റെ പിതാവേ, ആമേൻ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം പ്രാർത്ഥനയുടെ 6ാമത്തെ പകൽക്കാലം കടന്നു വന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവയെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബ്രദറിന്റെ ഭവനത്തിൽ
അവയെ ഒത്തിരി ആരാധനകൾക്ക് അവയെ നേരിട്ട് ബന്ധത്തിൽ കടന്നു പോകുവാൻ ഇടയിലെത്തുന്നുണ്ട്. കർത്താവ് നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റു ചിലരൊക്കെ മുൻപരിചയമുള്ള പലരും ഉണ്ട്. അവയെ അന്ന് കുഞ്ഞുങ്ങളായിരുന്ന ഒത്തിരി പിള്ളേരൊക്കെ വളർന്ന പിള്ളേരായിരുന്നു എനിക്ക് തോന്നുന്നു. അവയെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ എൻ്റെ അറിയിൽ കർത്താവിന്റെ സ്തോത്രം. ഇവിടെ വായിച്ച വേദഭാഗം നിങ്ങൾക്ക് സുപരിതമായ വേദഭാഗമാണ്. 1 പേരിൽ അവൻ 3-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ ദുഷ്പ്രവൃത്തിക്കാർക്ക് അവൻ പ്രതികൂലമായി ഇരിക്കുന്നു. ഇവിടെ വായിച്ചത് അവൻ ദൈവത്തിന്റെ ദാസനായ പത്രോസ് അവൻ തമിഴ് പറഞ്ഞ പേരിൽ എഴുതിയ ലേഖനം. കർത്താവിന് വേണ്ടി ധീരതയോടുകൂടെ ശക്തിയോടുകൂടെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ച ബഹുമാന്യ ദൈവത്തിന്റെ ദാസൻ ദൈവസഭയുടെ അവസ്ഥകളെ കണ്ടിട്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് ദുരുപദേശങ്ങളും അതിനായ ദൈവത്തിന്റെ ആദ്യ സ്നേഹം വിട്ട് ജനം ദൈവത്തിന്റെ സ്ഥലം വിട്ട് അകന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യത്തെ പ്രാർത്ഥനയും ആരാധനയും വിട്ട് ആരാധനയ്ക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ദൈവസഭ അഥവാ ആദിമസഭ യേശുവിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവസഭയുടെ മന്ദഗതിയിലേക്ക് കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെ ആക്കം അഥവാ അതിൻ്റെതായ ആകത്തുകയെ വ്യക്തമാക്കിക്കൊണ്ട് പറയപ്പെടുന്ന ഭാഗമാണ് ഇവിടെ വായിച്ചത്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവന്റെ ചെവി അവിടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ ദുഷ്പ്രവൃത്തിക്കാർക്കോ അവൻ പ്രതികൂലമായിരിക്കും. എന്ന് വെച്ചാൽ നീതിമാൻ തിരുവചനം പഠിപ്പിക്കുന്നത് സങ്കീർത്തനം 14-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും വഴിതെറ്റി കുളതായി തീർന്നോ, നന്മ ചെയ്യുന്നവരില്ലേ, ഒരുവനുമില്ലേ. ദൈവം നോക്കുമ്പോ നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തനും ഇല്ല എന്ന് ദൈവമായ കർത്താവ് കണ്ടിട്ട് 53-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം, അവരെല്ലാവരും വഴിതെറ്റി കൊള്ളതായി തീർന്നു, നന്മ ചെയ്യുന്നവരില്ലേ, ഒരുവനാലും ഇല്ല. ആ നിലയിൽ ദൈവം അന്വേഷിച്ചപ്പോൾ ഒരുത്തനുമില്ല, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തനുമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരില്ല, ദൈവത്തോടെ കൃപ അനുഭവിപ്പാൻ തയ്യാറായ ഇല്ല. ആ നിലയിൽ ആയിരുന്ന ആദിമ സഭയുടെ മണ്ഡലം എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ സഭ ജനം പാപത്തിന് അടിമപ്പെട്ട് ദൈവം നോക്കിയപ്പോൾ ആരും ഇല്ല എന്ന് കണ്ട് ആ ജനത്തെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പാപികളായിരുന്ന എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ. ഞാൻ അമ്പലത്തിലും പൂജാരി എന്നാണ്, ഹിന്ദുക്കും ഏറ്റവും വലിയ പൂജാരി എന്നാണ്. അവിടുന്ന് ദൈവം തമ്പുരാൻ വിളിച്ചത് വേർതിരിച്ചു. 46 വർഷം കൊണ്ട് വേദപുസ്തകം ചുമന്ന് ദൈവം അയക്കുന്ന രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ കടന്നു പോകുവാൻ ഇന്ത്യയുടെ 24 സ്റ്റേറ്റുകളിൽ പോയി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ
ദൈവടിയാക്കി. അപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ 19 രാജ്യങ്ങളിൽ കടന്നു പോകാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത് നിങ്ങളെ കാണുന്നതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഹല്ലേലൂയ. അമ്പലത്തിലെ പൂജാരികളെ ദൈവത്തെ വിളിച്ചു, വേർതിരിച്ചു. ദൈവമായ കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തോണം ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. ആമേൻ. 6 സഭയെ ദൈവത്തിന് വേണ്ടി നേടേണ്ടതിനും സ്ഥാപിക്കേണ്ടതിനും ദൈവം കൃപ നൽകി. ഇപ്പോ 7ാമത്തെ സഭയെ സ്ഥാപിച്ച് അവിടെ ശുശ്രൂഷിച്ച് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ബെന്നിറ്റ് പാസ്റ്റർ ഞാൻ അങ്ങോട്ട് ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. മോഹന പാസ്റ്റർ, മണിയൻ, നാസ്, മണിയൻ എന്ന് പറഞ്ഞ പേരിൽ നാസ്, പിന്നെ അന്ന് കുഞ്ഞിരുന്ന ജബരാജ്, സുരേഷ്, അവരൊക്കെ ഇപ്പോൾ വലിയ ശുശ്രൂഷകനായെന്ന് എനിക്ക് തോന്നുന്നു. അവയെ കർത്താവെ സഹായിക്കട്ടെ. നമ്മുടെ ഒത്തിരി പേര് അവയെ പലരെയും കാണുന്നതിൽ വളരെ സന്തോഷം. അവയെ നമ്മുടെ മോഹന പാസ്റ്റർ കർത്താവ് സന്നിധിയിൽ അവയെ വിശ്രമിക്കുന്നു എന്നുള്ളത് അറിയുന്നതിൽ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള മോഹന പാസ്റ്റർ ഭാര്യ ഇവിടെ വന്നിട്ടില്ല. അവരോട് സ്തോത്രം. ദൈവമായി കർത്താവെ സഹായിക്കും. അമ്മയെ മാറ്റാൻ അമ്മയെ നമ്മുടെ കുടുംബം പണുകൾ കാണുകളാണ്. നമ്മളിൽ ഒത്തിരി ഓൺലൈനിൽ ഇവിടെ അങ്ങനെ അമ്മയെ കാണാനുള്ള സഭ. അതുപോലെ നമ്മുടെ കാണച്ചന്തയ്ക്കപ്പുറം ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയില്ല ഉണ്ടാകും. അവിടെയൊക്കെ അമ്മയെ എല്ലാ സഭകളിലും മാറി മാറി അമ്മയെ ശുശ്രൂഷിപ്പാൻ ഇടയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വരവ് കുറവായതുകൊണ്ട് ഈ കോവിഡിന് ശേഷം തമിഴ്നാട്ടിലേക്ക് ശുശ്രൂഷിക്ക് വരുന്നില്ല. ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ പറയും അമ്മയെ പാസ് അമ്മയെ തമിഴിലേക്ക് വന്നിരിക്കുന്നു. അമ്മയെ ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയെ തമിഴ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, പക്ഷെ ഇപ്പൊ വരുന്നില്ല. 2 ദിവസം പ്രസംഗിച്ചാൽ ഇനി വന്നോളൂ. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേ. നമുക്ക് ഒരുമിച്ച് അതിലേക്ക് എന്തെങ്കിലും സന്തോഷം. ആമേ. ഹല്ലേലൂയ. ഈ സ്ഥലം സഭയുടെ എൻ്റെ സഭവുമായാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആമേ. കർത്താവിനെ ഞാൻ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ആമേ CRC സംഘത്തെ ഓർത്ത് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളുടെ ഇടയിലായിരിക്കുന്ന സന്തോഷം വളരെ പ്രാർത്ഥിക്കുക തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ വായിച്ച ഭാഗം യേശുവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവമക്കൾ. മക്കളെ ഇടാമിട്ടായി കാണാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ അമ്മേ 1:11 അമ്മേ 3-ാം അധ്യായത്തിൽ വായിച്ചത് അറിയാം. അപ്പോ ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുകയും പാപത്തെ വെക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുവാണ് നമ്മുടെ ദൈവം. അതിൽ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ദൈവഹിതമില്ലാത്ത ഏതൊരു പ്രവൃത്തി ചെയ്ത വ്യക്തിയും ഇവിടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. അവർക്ക് സ്വർഗരാജ്യം കിട്ടുകയില്ല. സ്വർഗരാജ്യം പോകണമെങ്കിൽ ദൈവവചനം അനുസരിച്ച്, വചനത്തിൽ പറയുന്ന ഉപദേശം അനുസരിച്ച് ദൈവവചനത്തിൽ വേരൂന്നി വചനപ്രകാരം ജീവിപ്പാൻ ദൈവവചനം ഞാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ ശക്തനായി ദൈവത്തോടെ വന്നുകൊണ്ട് ചില വ്യക്തിയുടെ ശരീരത്തിൽ അല്ലാതെ പാരപ്പെടുത്തി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിനെ ദർശിക്കുന്നുണ്ട്. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം പകരാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ശരീരത്തിൽ വല്ലാതെ പാരപ്പെടുത്തി വെല്ലുവിളിക്കുന്ന ചില മുഖങ്ങളെ ദൈവം തമ്പുരാൻ വെട്ടിമാറ്റുവാൻ
വെളിപ്പെടുത്തുവാൻ ഈ പകൽക്കാലത്തിന്റെ മധ്യ വന്നിട്ടുണ്ട്. അവയെ രക്ഷിക്കുന്ന ദൈവമായി കർത്താവിന്റെ കരം ഈ പകൽക്കാലം നമ്മുടെ മേലെ അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വയറിന്റെ പാപത്ത് വല്ലാതെ ഭാരപ്പെട്ടു, അവയെ വല്ലാതെ കഴപ്പും അസ്വസ്ഥതകളിൽ അവൻ ചില വ്യക്തികളല്ല പല വ്യക്തികളുടെയും പ്രിയസസ്സെ നിങ്ങളെ നിങ്ങൾ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ രോഗാത്മാവിനെ സ്വർഗ്ഗമെടുത്തു മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. മകളെ, നിന്റെ ജീവിതത്തിൽ ഒത്തിരി കഴപ്പും അസ്വസ്ഥതപ്പെടുത്തി വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. അവയെ കാലം ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വയ്ക്കുന്നുണ്ട്. അവന്റെ കരം കുറുകിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമടലായുന്ന അരുളി ചെയ്ത കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വയ്ക്കുന്നുണ്ട്. ഏത് രോഗമാകട്ടെ, ഏത് ഭാരമാകട്ടെ, ഏത് ബന്ധനമാകട്ടെ, ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം എടുത്തു മാറ്റുന്നു. യേശുവിനെ തൊട്ടവൻ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഈ ദിനത്തിൽ തുടർന്ന് യേശുവിന്റെ നാമത്തിൽ യുഗത്തിന്റെ കെട്ടുകൾ പൊട്ടത് പാരമ്പര്യം പറഞ്ഞ് വെല്ലുവിളിച്ചു മാനവതയിട്ട് ചൂടുകെട്ടി പോരാടുന്ന യുവാത്മാവിന് യേശുവിന്റെ നാമത്തിൽ ആത്മവിശ്വാസമാകട്ടെ. ചത്തുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. അവർ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല എന്ന് അയച്ചില്ല കർത്താവേ. ഇപ്പോൾ ദൈവത്തിന്റെ വിടുതൽ ചലിപ്പിക്കുകയില്ല, ആരാധിപ്പാൻ കഴിയുകയില്ല, ആരാധിപ്പാൻ കഴിയുകയില്ല. ശാരീരികമായി മാനസികമായി തളർത്തുന്ന സകല വേദനകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ തൊട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കരങ്ങളൊക്കെ പറ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ തമ്മില് ആണ്ടവരെ ആശീർവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ചൊല്ലുകളെ കർത്തൃവിനെ ആശീർവദിക്കും. ചൊല്ലു. അടുത്തുകൊണ്ട് നിങ്ങൾ കൈകൊടി ചൊല്ലുക. എന്താണ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തൊട്ട ദൈവിക സൗഖ്യവും സമാധാനം നമ്മുടെ മേൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. പാപികൾക്ക് ദൈവം ചെവി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരുവൻ ദൈവഭക്തിയുള്ളവനായിരുന്നത് അവന് സിദ്ധമാനത് ചെയ്താൽ അവനക്ക് ചെവി കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയെന്നും നാം അറിയുന്നുവല്ലോ. ഭാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ആമേൻ. അപ്പോ നേരത്തെ പറഞ്ഞത് വായിച്ചു. ആമേൻ. അല്ലെങ്കിൽ ഒരുവനും ഇല്ല, ഒരു വ്യത്യാസമില്ല. റോമർക്ക് ലേഖനം നിരുപം, റോമർക്ക് എഴുതിയ നിരുപം 3-ാം അധ്യായം 10. അന്തപടിയെ നീതിമാൻ ഒരുവനുമില്ലേ, ഉണർവുള്ളവനില്ലേ, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നില്ല. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ
സമർപ്പിക്കുന്നവരാരും ഇല്ലാതിരിക്കുമ്പോൾ അവൻ 21-22 പാപത്തെ അറിഞ്ഞ അറിവ് എന്താ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകുന്നില്ല. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു വ്യക്തിയും ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകുന്നില്ല. അവ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകണമെങ്കിൽ ഹല്ലേലൂയ നീതി ചെയ്യുന്നവരെല്ലാം നീതിമാൻ കർത്താവ് യേശു ക്രിസ്തുവിനാണ്. അടുത്തതായി இப்படி இருக்கு. ന്യായപ്രമാണം ഇല്ലാതെ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും എവിടെ മേലും എല്ലാവരും പാപം ചെയ്തു ദൈവ മഹിമയെ ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവന്റെ കൃപയാൽ അവൻ ഇളവസമായി ദൈവത്തിന്റെ കൃപയാലത്രേ നീതീകരിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന് അർത്ഥമാകും യേശു ക്രിസ്തുവിനാൽ മുതൽ കാലത്തിലെ പാപങ്ങളെ അല്ലെങ്കിൽ കണക്കിടാതെ മുൻപ് ചെയ്യുന്ന പാപങ്ങളൊന്നും ഏറ്റവും അന്വേഷിക്കുന്ന നിമിത്തം ആ പാപം ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടാതെ കൊണ്ട് അവൻ മറയ്ക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. പാപം അവൻ ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിന്റെ കൃപാവരമോ നിത്യകാലം നമ്മെ നയിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകലത്തിൽ ഒത്തിരി വേദന അനുഭവിച്ച് അവൻ കലക്കങ്ങളും പ്രതികൂലങ്ങളും മുഖത്തോട് മുഖം നോക്കിയാൽ ഗിരിയും പാമ്പും പോലെ അവൻ പിടിപ്പിച്ചടിച്ചു പിടിക്കുന്ന ശത്രുവിന്റെ ചില വെല്ലുവിളികളെ പരിശുദ്ധാത്മ വർഷിക്കുന്നുണ്ട്. Praise the Lord. 2020 ഒരു മാസം മൊത്തത്തിൽ നടത്തിയ സ്റ്റോക്ക് കൊണ്ട് ഇനി ഒരിക്കലും നടക്കുകയില്ല.